ഈ ഏകദിന കൺവെൻഷനിൽ ആദർശം എന്താണ് എന്ന് വളരെ പ്രഗത്ഭന്മാരായ ആ രംഗത്ത് നമ്മുടെ ശബ്ദം ആയി നിലകൊള്ളുന്ന പണ്ഡിതന്മാർ നിങ്ങളുടെ മുമ്പാകെ അവതരിപ്പിച്ചു കഴിഞ്ഞു ഉച്ചയ്ക്ക് മുമ്പ്. ആദർശം മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ ആദർശത്തിന് വേണ്ടി നിലകൊള്ളുന്ന പ്രസ്ഥാനത്തോട്, സംഘടനയോട് നമ്മളുടെ സമീപനവും കൂറും എന്തായിരിക്കണം എന്ന് ഓർമ്മിപ്പിക്കുന്ന ഒരു സെഷനിലാണ് ഞാനും നിങ്ങളും. വളരെ ദീർഘമായ ഒരു ഉദ്ഘാടന ഭാഷണത്തിന് മുതിരുന്നില്ല. സമയക്കുറവ് തന്നെയാണ് കാരണം. 4:30 മണിക്ക് കോഴിക്കോടെത്തണം, സംഘടനയുടെ മീറ്റിംഗിൽ തന്നെ പങ്കെടുക്കാൻ. അതിനു മുമ്പ് ജലീൽ മാഷ് സംസാരിച്ച് ഞങ്ങൾക്ക് ഒരുമിച്ച് പോകേണ്ടതുണ്ട്. വൈകിയതിന് ഞാനല്ല കുറ്റക്കാരൻ. അപ്പൊ അതുകൊണ്ട് ദീർഘമായ ഭാഷണത്തിന് മുതിരുന്നില്ല. വളരെ ചുരുങ്ങിയ ചില കാര്യങ്ങൾ ഇവിടെ പരാമർശിച്ചതുമായി ബന്ധപ്പെട്ട് ഓർമ്മിപ്പിക്കുക മാത്രം. പലപ്പോഴും ആദർശവും സംഘടനയുമെല്ലാം ചർച്ച ചെയ്യുമ്പോൾ ഏറ്റവും പ്രധാനമായി ഊന്നി നിൽക്കുന്നത് മധുരം എവിടെയാണോ ഉള്ളത് ആ മധുരമുള്ളിടത്തായിരിക്കും എല്ലാവരും അടിഞ്ഞുകൂടുക എന്നതാണ്. ഒരു കഥയാണ് എനിക്ക് ഈ സന്ദർഭത്തിൽ ഓർമ്മ വരുന്നത്. ഒരു പട്ടാള ക്യാമ്പ്. ആ പട്ടാള ക്യാമ്പിൽ നിന്ന് രാവിലെ എഴുന്നേറ്റ് പുറത്തേക്ക് വന്ന ഒരു പട്ടാളക്കാരൻ തന്റെ ബൂട്ടിട്ട് നടന്നു പോകുമ്പോൾ ഒരു ഉറുമ്പിനെ ചവിട്ടിക്കൊന്നു. തന്റെ ഉറുമ്പിന്റെ സാമൂഹ്യ ബോധവും സഹകരണ ബോധവും മനുഷ്യന്റെ മാതിരിയല്ല. മനുഷ്യർക്കിന്ന് ആ ബോധം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. സാമൂഹിക ബോധവും സഹകരണ മനോഭാവവും. ഉറുമ്പിന്റെ സാമൂഹ്യ ബോധം വളരെ വലുതാണ്. ആ സന്ദർഭത്തില് ആ കൂട്ടത്തിൽ ഒരു ഉറുമ്പ് അതിന്റെ റാണിയുടെ അടുക്കൽ ചെന്ന് നമ്മിൽപ്പെട്ട ഒരുത്തനെ ഒരു പട്ടാളക്കാരൻ ചവിട്ടിക്കൊന്നിരിക്കുന്നു, അതിന് പ്രതികാരം ചെയ്യണം എന്ന് ആവശ്യപ്പെട്ടു. അങ്ങനെ റാണി മറ്റു ഉറുമ്പുകളെയെല്ലാം വിളിച്ചുകൂട്ടിയിട്ട് ശരി, ആളിനെ തിരിച്ചറിഞ്ഞാൽ പ്രതികാരം ചെയ്യാൻ നിങ്ങളിൽ ആരുണ്ട് എന്ന് ചോദിച്ചപ്പോൾ അതിൽ നിന്ന് ഒരു ഉറുമ്പ് എഴുന്നേറ്റ് നെഞ്ചു നിവർത്തി നിന്നുകൊണ്ട് പറഞ്ഞു, ഞാൻ പോയി അതിന് പ്രതികാരം ചെയ്തു കൊള്ളാം. അപ്പൊ ചോദിച്ചു, എങ്ങനെയായിരിക്കും നീ അതിന് പ്രതികാരം ചെയ്യുക? ഞാനോ? ഞാൻ എങ്ങനെയെങ്കിലും കടന്നുകൂടി അവന്റെ കണ്ണ് രണ്ടും കടിച്ച് ഞാൻ ശരിയാക്കും, അതോടുകൂടി അവന്റെ ജീവിതം അവസാനിക്കുമല്ലോ. ശരി, എന്നാൽ നീ പോയി നിന്റെ ദൗത്യം നിറവേറ്റുക എന്ന് റാണി പറഞ്ഞു. പോയി എത്രയോ സമയം കാത്തിരുന്നിട്ടും ഈ ഉറുമ്പ് തിരിച്ചു വരുന്നില്ല ദൗത്യ നിർവഹണത്തിന് ശേഷം. അപ്പം ഇതിനെന്ത് പറ്റിയെന്നറിയാൻ വേണ്ടി അടുത്ത ഒരു ഉറുമ്പിനെ നിയോഗിച്ചു. സമയം കഴിഞ്ഞിട്ട് അതിനെയും കാണുന്നില്ല. അവസാനം ഓരോരുത്തരായി പോയി കഴിഞ്ഞ് ആരെയും കാണാത്ത അവസ്ഥ വന്നപ്പോൾ സാക്ഷാൽ റാണി തന്നെ എന്ത് സംഭവിച്ചു എന്ന് നോക്കാൻ വേണ്ടി ചെന്നു നോക്കുമ്പോൾ ഈ ഉറുമ്പുകളെല്ലാം കൂടി ഈ പട്ടാളക്കാരൻ കടിച്ചു ചവച്ച ബിസ്ക്കറ്റിന്റെ മധുരം നുണഞ്ഞുകൊണ്ട് ചുണ്ടിൽ കടിച്ചു തൂങ്ങിക്കിടക്കുന്ന കാഴ്ചയാണ് ഈ റാണി കണ്ടത് എന്നാണ്. പലപ്പോഴും സംഘടനയെയും അതിന്റെ ആദർശത്തെയും കുറിച്ച് പറയുമ്പോൾ ഞാൻ ഈ കഥ പറഞ്ഞതിൽ നിന്ന് ഏതാണ്ട് നിങ്ങൾക്ക് ഊഹിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടാകും എന്ന് ഞാൻ വിചാരിക്കുന്നു. മുജാഹിദുകളാണ്, പ്രബുദ്ധരാണ്, ബുദ്ധിയുള്ളവരാണ്. അൽ ആഖിലു തക്ഫീഹിൽ ഇഷാറ.
ബുദ്ധിയുള്ളവന് കേവലം സൂചന മാത്രം മതി. ഇനി അത് ഞാൻ പരത്തി പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഇതാണ് അതിന്റെ അവസ്ഥ. ഈ അവസ്ഥ ഒരിക്കലും വന്നു ഭവിക്കാൻ പാടില്ലാതിരുന്ന നമ്മളുടെ നവോത്ഥാന പ്രസ്ഥാനത്തിലും വന്നു ഭവിച്ചു എന്നുള്ളതാണ് ദുഃഖകരമായ അതിന്റെ കഥ. അതിനെക്കുറിച്ച് നിങ്ങൾ ഒരുപാട് കേട്ട് കഴിഞ്ഞിട്ടുണ്ടാകും. ഓരോരുത്തർ എവിടെ പരസ്പരമുള്ള അംഗം വെട്ടും അതുപോലുള്ള കാര്യങ്ങളുമൊക്കെ. ഈ സംഘടനയെ എല്ലാ അർത്ഥത്തിലും ഞെക്കിക്കൊല്ലുക എന്ന ലക്ഷ്യത്തോടുകൂടി ചില വ്യക്തികളെ ലക്ഷ്യം വെച്ചുകൊണ്ട് ആ വ്യക്തികളുടെ കുറ്റങ്ങളും കുറവുകളും എന്ന് പറഞ്ഞ് പലതും ആരോപിച്ച് വിദേശ രാജ്യങ്ങളിലുള്ള ഗൾഫ് ശൈഖന്മാരുടെ ഇഷ്ടത്തിനു വേണ്ടി അതെല്ലാം കൊണ്ടുപോയി കൊടുത്ത് സംഘടന ഒരു പരുവത്തിലായിരിക്കുന്നു എന്ന് കണ്ടപ്പോൾ ഇനി സംഘടന പാടില്ല, സംഘടന ശരിയല്ല, അത് തിന്മയാണ് എന്ന് പറഞ്ഞ് പടിയിറങ്ങിയത് മുതൽ ആ പടിയിറക്കം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ആദർശവും ഏതൊന്നിനു വേണ്ടി ഈ പ്രസ്ഥാനം 1922 കേരള മുസ്ലിം ഐക്യസംഘത്തിന്റെ പിറവിയോടുകൂടി സംഘടിതമായ പ്രവർത്തനത്തിനു വേണ്ടി തുടക്കം കുറിച്ചുവോ ആ പ്രവർത്തന പഥത്തിൽ നിന്ന് അല്പം പോലും അകന്നുപോകാതെ ആ മാർഗത്തിൽ തങ്ങളുടേതായ പങ്ക് യഥാവിധി നിറവേറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു ചെറിയ വിഭാഗമാണ് മർക്കസുദ്ദഅവ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കേരള നദുവത്തുൽ മുജാഹിദീനും ജമിയത്തുൽ ഉലമയും ISM-ഉം MSM-ഉം MGM-ഉം എല്ലാം. ബാക്കിയുള്ളതിനെക്കുറിച്ച് കൂടുതലൊന്നും ഇപ്പൊ ഞാൻ പറയുന്നില്ല. കേട്ടതാണ്. അലിമദനിയെ പോലുള്ളവരിൽ നിന്ന്, ഷഫീഖിൽ നിന്നൊക്കെ നിങ്ങൾ കേട്ടുകഴിഞ്ഞതാണ്. ആ ആദർശം ഒരു രണ്ടാം നവോത്ഥാനത്തിന്റെ ഉത്തരവാദിത്വം നമ്മളെ ഏൽപ്പിച്ചു തരികയാണ് എന്നുള്ളതായിരിക്കും നിങ്ങൾ അതിൽ നിന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ടാവുക. എങ്കിൽ ആ തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടായിട്ടുണ്ട് എങ്കിൽ ഇനിയുള്ള കാര്യങ്ങൾ ആ നവോത്ഥാനത്തിന്റെ വീതിയിലെ സുഗമമായ മുന്നോട്ടുള്ള പ്രയാണത്തിന് വേണ്ടിയിട്ടുള്ള വ്യവസ്ഥാപിതമായ നീക്കങ്ങളാണ് എന്ന് ഓർമ്മിപ്പിക്കൽ മാത്രമാണ് ചുരുങ്ങിയ സമയം ഞാൻ ഉദ്ദേശിക്കുന്നത്. KL 57B 5960 കാർ ഒന്ന് മാറ്റിക്കൊടുക്കണം. വളരെ അത്യാവശ്യമായിട്ട് ഒരാള് ബുദ്ധിമുട്ടാണ്. KL 57B 5960. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് ഒക്ടോബർ 13-ാം തീയതി, ഈ മാസം 13-ാം തീയതി തൃശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂരിലെ എറിയാട് എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് നാം ഒരു പഠന സെമിനാറും പൊതുസമ്മേളനവും സംഘടിപ്പിച്ചിരിക്കുകയാണ്. അതിന്റെ തുടക്കം എന്ന നിലയിൽ നവോത്ഥാനത്തിന്റെ ഒരു നൂറ്റാണ്ട് ചുമരുകളിലൊക്കെ നമ്മൾ കാണുമ്പോൾ ആ ഒരു നൂറ്റാണ്ട് പറയുമ്പോൾ തന്നെ 1922 മുതൽ 2012 വരെ 90 വർഷം എന്ന് മനസ്സിലാക്കാൻ വലിയ പ്രയാസമൊന്നും ഏത് കണക്കറിയാവുന്ന സാധാരണക്കാർക്കും അറിയുന്ന കാര്യമാണ്. അതിൽ 10 വർഷക്കാലം ഈ സംഘടനയെ ഏറ്റവും അധികം പിന്നിലേക്ക് വലിക്കപ്പെട്ട അതിദാരുണമായ വർഷങ്ങളായിരുന്നു എന്നുള്ള ഒരു തിരിച്ചറിവ് സഹോദരീ സഹോദരന്മാരെ ഇതുപോലെ ഒരുമിച്ചുകൂടാൻ നമ്മളെ പ്രേരിപ്പിച്ചത്. എല്ലാ ജില്ലകളിലും ഇതുപോലുള്ളത് നടത്താൻ സംസ്ഥാന സമിതി നിർദ്ദേശിക്കുകയും അതിൽ ഏറ്റവും പ്രധാനമായി കോഴിക്കോട് നോർത്ത് ജില്ല തന്നെ അക്കാര്യത്തിൽ മുമ്പോട്ട് വരികയും ചെയ്തു എന്നുള്ളത് പ്രത്യേകം ഈ സന്ദർഭത്തിൽ ഞാൻ എടുത്തു പറയുകയാണ്. ബാക്കി ജില്ലകളിൽ നടക്കാനിരിക്കുന്നതേ ഉള്ളൂ. ഇനി എന്തിനാണ് ഇങ്ങനെ ഒരു കൂടിച്ചേർന്ന് ഞാൻ സൂചിപ്പിച്ചു. നവോത്ഥാനത്തിന്റെ കാവലാളുകളായി നിലകൊള്ളുവാൻ നിയോഗിക്കപ്പെട്ട നമ്മിൽ നിന്ന് നവോത്ഥാന സംരംഭങ്ങൾക്ക് വിരുദ്ധമായ പ്രവർത്തനങ്ങൾ കാണുമ്പോൾ അത്തരം പ്രവർത്തനങ്ങൾ കഷ്ണങ്ങളായി
ഒരിക്കലും ഈ പ്രസ്ഥാനത്തിന്റെ ആളുകൾക്ക് ചിന്തിക്കാനോ പ്രചരിപ്പിക്കാനോ പറഞ്ഞുകൊടുക്കാനോ പോലും കഴിയാത്ത നിലയിലുള്ള കാര്യങ്ങൾ ആദർശത്തിന്റേതായി പറഞ്ഞുകൊടുക്കപ്പെടുന്ന സന്ദർഭത്തിൽ ആദർശനിഷ്ഠയോടുകൂടി ഉറച്ചു നിൽക്കുന്ന, നവോത്ഥാനത്തിന്റെ ശരിയായ ദിശയിൽ അടിയുറച്ചു നിൽക്കുന്ന ഒരു വിഭാഗം ഇവിടെ ഉണ്ട് എന്ന് ബോധ്യപ്പെടുത്തുക എന്നുള്ളത് നമ്മളുടെ ഈ കൂട്ടായ്മയുടെയും ഈ ചർച്ചകളുടെയും ഫലമാണ്. അതിനു വേണ്ടിയിട്ടാണ് അതിന് തുടക്കം കുറിക്കുന്ന നിലയിൽ ഐക്യസംഘം നവോത്ഥാനത്തിന്റെ 90 വർഷം എന്ന സന്ദേശവുമായി എവിടെയാണോ കേരള മുസ്ലിം ഐക്യസംഘം രൂപം കൊണ്ടത് അതേ മണ്ണിൽ, അതേ സ്ഥലത്ത്, എറിയാട് എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചുകൊണ്ട് നാം ആ സെമിനാർ നടത്തുവാൻ തീരുമാനിക്കുകയും അതിന്റെ പ്രവർത്തനങ്ങൾ, അതിന്റെ പ്രോഗ്രാം നോട്ടീസ് വരെ എല്ലാം റെഡിയായി പ്രവർത്തനങ്ങൾ ഭംഗിയായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു കാര്യവും കൂടി നിങ്ങളോട് പറയുവാനുള്ളതുമായി ബന്ധപ്പെട്ട് ഐക്യസംഘത്തിന്റെ ജന്മം കൊണ്ട, ഐക്യസംഘത്തിന് രൂപം കൊണ്ട എറിയാട് ഐക്യവിലാസം എന്ന് പറയുന്ന വീട്, അത് കേരളത്തിലെ മുസ്ലിം നവോത്ഥാനത്തിന്, ഐക്യസംഘത്തിന് ചൊല്ലും ചോറും എന്ന് സാധാരണ പറയുന്ന ആ ചൊല്ലനുസരിച്ച് തന്നെ എല്ലാവിധത്തിലും സഹായിച്ച, മലബാറിൽ നിന്ന് അങ്ങോട്ട് എത്തിച്ചേർന്ന KM മൗലവിയെ സ്വീകരിച്ച, അങ്ങ് തെക്ക് നിന്ന് വന്ന വക്കം മൗലവിയെ സ്വീകരിച്ച, ഇങ്ങ് കണ്ണൂരിൽ നിന്ന് അവിടെ എത്തിയ EK മൗലവിയെ സ്വീകരിച്ച ഒരു തറവാടുണ്ടവിടെ. ആ തറവാടിന്റെ പേരാണ് ഐക്യവിലാസം. ആ തറവാട് ഇപ്പോഴും നാം ഈ പരിപാടി നടത്തുന്ന സ്ഥലത്ത് നിലകൊള്ളുന്നുണ്ട്. ആ തറവാടിന്റെ പേരാണ് നമ്മൾ ഐക്യവിലാസം നഗർ എന്ന് പോസ്റ്ററിലൊക്കെ നമ്മൾ കൊടുത്തിട്ടുള്ളത്. അഥവാ മണപ്പാട്ട് കുഞ്ഞഹമ്മദ് ഹാജി, കുഞ്ഞി മുഹമ്മദ് ഹാജി എന്ന് പറയുന്ന കേരള മുസ്ലിം ഐക്യസംഘത്തിന്റെ തേരാളിയായിരുന്ന മണപ്പാട്ട് കുഞ്ഞഹമ്മദ് ഹാജിയുടെ തറവാട്. അതിന്റെ പരിസരത്ത് വിശാലമായ പന്തലിട്ട് അവിടെയാണ് നമ്മൾ ഈ സെമിനാർ നടത്തുന്നത്. നിങ്ങൾക്കറിയാം, കൊടുങ്ങല്ലൂരിലാണ് ഇസ്ലാമിന്റെ ആദ്യത്തെ പൊൻപ്രഭ ചൊരിഞ്ഞത് എന്ന് നിങ്ങൾക്കറിയാം. അവിടെ നിന്ന് തന്നെയാണ് എല്ലാ രംഗങ്ങളിൽ നിന്നും മുഖം തിരിഞ്ഞു നിന്നിരുന്ന ഈ സമൂഹത്തെ വിദ്യാഭ്യാസ രംഗത്ത്, സാമൂഹിക രംഗത്ത്, സാമ്പത്തിക രംഗത്ത്, രാഷ്ട്രീയ രംഗത്ത്, എല്ലാ രംഗങ്ങളിലും മുച്ചൂടും തകർന്നു പോയിരുന്ന ഒരു സമൂഹത്തെ ഉറക്കത്തിൽ നിന്ന് വിളിച്ചുണർത്തി ഉണരുക, മുന്നോട്ട് നീങ്ങുക എന്ന ആഹ്വാനം നൽകിക്കൊണ്ട് മുന്നോട്ട് പുറപ്പെടുവാനുള്ള സംഘടിതമായ ശ്രമം നടത്തിയ ആ സ്ഥലത്ത് വെച്ച് തന്നെ ഐക്യസംഘത്തിന്റെ മുമ്പുള്ള മുസ്ലിം കേരളത്തിന്റെ സംക്ഷിപ്തമായ ചരിത്രം മുതൽ നവോത്ഥാനം വഴിമാറുന്നുവോ എന്ന് ആധുനിക തലമുറയെ ചിന്തിപ്പിക്കുന്ന നിലയിലുള്ള വിഷയങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള സെമിനാറും സമ്മേളനവും ചരിത്രകാരന്മാരും പണ്ഡിതന്മാരും നമ്മുടെ നേതാക്കന്മാരും ഒക്കെ അണിനിരക്കുന്ന ആ പരിപാടിയോടുകൂടി നമ്മുടെ രണ്ടാം നവോത്ഥാനത്തിനുള്ള തുടക്കം നമ്മൾ കുറിക്കുകയാണ് ഇൻഷാ അല്ലാഹ്. അതിലേക്ക് നിങ്ങളെയൊക്കെ ക്ഷണിക്കുക എന്നുള്ളത് എന്റെ ഒരു ഉത്തരവാദിത്വമാണ്. ഞാൻ ക്ഷണിക്കുന്നു. ജില്ലാ കമ്മിറ്റിക്ക് നൽകിയിട്ടുള്ള ടാർഗറ്റ് ഉണ്ട്, അതിൽ പങ്കെടുക്കേണ്ട ആളുകളെ കുറിച്ച് അതറിയിക്കും. അതനുസരിച്ച് നിങ്ങൾ എത്തിച്ചേരണം. രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 6 മണി വരെയാണ് പരിപാടി നിശ്ചയിച്ചിട്ടുള്ളത്. ഏകദിന പരിപാടി മാത്രം. അത് കേരളത്തിൽ ചർച്ച ചെയ്യപ്പെടണം. നവോത്ഥാനത്തെ സ്നേഹിക്കുന്ന, മാറ്റങ്ങളെ ആഗ്രഹിക്കുന്ന, പരിവർത്തനമുണ്ടാകണമെന്ന് ചിന്തിക്കുന്ന ഇന്നാട്ടിലെ സർവ്വ മനുഷ്യരുടെയും ക്ഷണിക്കപ്പെടുന്ന നിലയിൽ, ശ്രദ്ധിക്കപ്പെടുന്ന നിലയിലുള്ള ഒരു സെമിനാറായിട്ട് അതിനെ മാറ്റണം എന്ന ആഗ്രഹത്തോടുകൂടി എല്ലാ പ്രവർത്തനങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ്. തുടർന്ന് നമ്മളുടെ അടുത്ത സ്റ്റെപ്പ് നേരത്തെ ജാസിർ ഇവിടെ സൂചിപ്പിച്ചു, MSM-നെ കുറിച്ച്, അതിന്റെ ആവശ്യകതയെക്കുറിച്ച്, നമ്മുടെ മക്കൾ എന്തിനാണ് അതിൽ അണിനിരക്കേണ്ടതെന്നതിനെ കുറിച്ച്, അണിനിരന്നില്ലെങ്കിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടിനെക്കുറിച്ച് ഒരു സംഭവം ഈ സന്ദർഭത്തിൽ ഞാൻ അനുസ്മരിക്കുകയാണ്. കൊച്ചിയിൽ ഒരു വിദ്യാർത്ഥി, കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിദ്യാർത്ഥി, സ്ഥിരമായി നാം നടത്തിക്കൊണ്ടിരിക്കുന്ന ലേണിംഗ് സ്കൂളുകളിലും ക്ലാസുകളിലും ഒക്കെ പങ്കെടുത്ത് അവിടെ വന്നിരുന്ന് ഓരോന്നും നന്നായി കുറിച്ചെടുത്ത് ജീവിതത്തിൽ പകർത്തിക്കൊണ്ടുവന്ന ഒരു ചെറുപ്പക്കാരൻ, ഒരു വിദ്യാർത്ഥി. ആ വിദ്യാർത്ഥി
ഈ പരിപാടികൾ സംഘടിപ്പിക്കുന്നത് നമ്മളാണ്. അഥവാ മുൻകാലത്ത് പറഞ്ഞു നടന്നിരുന്നില്ലേ ആദർശ വ്യതിയാനം സംഭവിച്ചവർ എന്ന്. ഇപ്പൊ ആർക്കാണാവോ ആദർശ വ്യതിയാനം സംഭവിച്ചത് എന്നുള്ളത് ആർക്കും അറിഞ്ഞുകൂടാത്ത ഇരുട്ടിൽ തപ്പുന്ന ദുഃഖകരമായ സ്ഥിതിയാണെന്നുള്ളത്. അതാണല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും. കഴിഞ്ഞ ദിവസം എറണാകുളത്തൊരു പോസ്റ്റർ കാണാനിടയായി. ആലുവയിൽ നടക്കുന്ന ഒരു പരിപാടിയെക്കുറിച്ച് തൗഹീദും ശിർക്കും ഒന്നാകുമോ ഒരു ചോദ്യചിഹ്നം. എന്താ ഇപ്പൊ ഒരു സംശയം വന്നത്? ഇത്രയും കാലം ഈ സമൂഹത്തോട് തൗഹീദ് എന്താണെന്ന് പഠിപ്പിച്ചു കൊടുത്തവർക്ക് എന്തേ ഇപ്പോ ഒരു സംശയം വരാൻ കാരണം? ഇങ്ങനെ ആദർശ വ്യതിയാനം, ഇല്ലാത്ത ആദർശ വ്യതിയാനം ആരോപിച്ച് ഒരാളെ ഇല്ലാതാക്കണമെങ്കിൽ പലതും ആരോപിച്ചില്ലാതാക്കാൻ ശ്രമിക്കുന്നത് പോലെ തന്നെ അത്തരത്തിലുള്ള നീക്കങ്ങൾ നടത്തി വന്നു. ആദർശ വ്യതിയാനം ആരോപിക്കപ്പെട്ടവർ നടത്തുന്ന പരിപാടിയാണ് എന്നതുകൊണ്ട് ആ പരിപാടിയിൽ നിന്ന്, ആ ക്ലാസുകളിൽ നിന്ന് ആ മകനെ ആ പിതാവ് പിൻവലിക്കുകയാണ് ചെയ്തത്. അവിടെ ഖുർആനും ഹദീസുമാണ് പഠിപ്പിച്ചത്, ക്ലാസുകളാണ് സംഘടിപ്പിച്ചത്. നമ്മൾ പുതിയതൊന്നും പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല, പുതിയതൊന്നും പഠിപ്പിച്ചു കൊടുക്കാനുമില്ല. പക്ഷേ ഈ കുട്ടി അതിൽ നിന്ന് അകറ്റപ്പെട്ടതിന് ശേഷം പിന്നെ സംഭവിച്ചത് എന്താണെന്നറിയുമോ? നാളുകൾക്ക് ശേഷം അവിടെ ഒരു ATM-ന്റെ കൊള്ള നടന്നു. ATM കൊള്ള, അതിലെ പ്രതിയായി പിടിക്കപ്പെട്ട് അഴിയെണ്ണുന്ന അവസ്ഥയിലേക്ക്. ശരിയായ അവബോധം നൽകിക്കൊണ്ടിരുന്ന ഒരു സംഗതിയിൽ നിന്ന് പിടിച്ചുമാറ്റി തന്നിഷ്ടത്തിന് ജീവിക്കാൻ വിട്ടപ്പോൾ അവസാനം ആ പിതാവിന്, ആ കുടുംബത്തിന് ഖേദിക്കേണ്ടി വന്നു തന്റെ മകനെക്കുറിച്ച്. ഞാൻ സൂചിപ്പിച്ചത് മതപരമായ ബോധം, ആത്മീയമായ ചിന്ത, അള്ളാഹുവിനെക്കുറിച്ചും പരലോകത്തെക്കുറിച്ചുമുള്ള ചിന്തയില്ലാതെ ഒരു തലമുറ വളർന്നു വന്നാൽ അതിന്റെ തിക്തഫലമായിരിക്കും ഈ അനുഭവിക്കുകയും കാണുകയും കേൾക്കുകയും മുഴുവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന ഒരു തിരിച്ചറിവ് MSM-ന്റെ പ്രവർത്തനത്തോടുകൂടി, പ്രവർത്തനത്തിലൂടെ നമുക്കുണ്ടാകേണ്ടതുണ്ട്. അതിനുവേണ്ടി ക്യാമ്പസുകൾ കേന്ദ്രീകരിച്ച് വിദ്യാർത്ഥികളെ സജ്ജമാക്കി ധാർമ്മിക ബോധമുള്ള, മൂല്യചിന്തയ്ക്ക് പ്രാമുഖ്യം നൽകുന്ന, രാജ്യത്തിനും അവരുടെ കുടുംബത്തിനും അവരുടെ മരണാനന്തര ജീവിതത്തിനും നന്മകൾ മാത്രം പ്രദാനം ചെയ്യുന്ന ഒരു തലമുറയുടെ സൃഷ്ടിപ്പ്, അതിന് വളരുന്ന തലമുറയെ ഭാഗവാക്കുകളാക്കുവാൻ വേണ്ടിയുള്ള അങ്ങേയറ്റത്തെ ലക്ഷ്യത്തോടുകൂടി വളർന്നു വരുന്ന വിദ്യാർത്ഥി സമൂഹത്തെ നവോത്ഥാന വീതിയിൽ അണിനിരത്തുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് നവംബർ 3, 4 തീയതികളിൽ എറണാകുളത്ത് MSM-ന്റെ സമ്മേളനം നടക്കാൻ പോകുന്നത്. അതും നമ്മളുടെ നവോത്ഥാന തേരോട്ടത്തിന്റെ മുന്നിൽ നാം കാണുന്ന ഒരു കാര്യം തന്നെയാണ്. അതിനുശേഷം എന്റെ സുഹൃത്ത് സഹോദരൻ NM ജലീൽ ഇവിടെ ഇരിപ്പുണ്ട്. ISM-നെ കുറിച്ച് ആധികാരികമായി പറയുവാൻ അത് അദ്ദേഹത്തിന് തന്നെ വിട്ടുകൊടുക്കുകയാണ്. അത് ഡിസംബർ മാസത്തിൽ വരുന്നു. ഇങ്ങനെയുള്ള ഈ സമ്മേളനങ്ങൾ കഴിഞ്ഞ് നവോത്ഥാന രംഗത്ത് വിദ്യാർത്ഥികളുടെയും യുവജനങ്ങളുടെയും, അതിനു മുമ്പ് നമ്മൾ സ്ത്രീകളുടെ MGM-ന്റെ ഏറ്റവും ആദ്യം നമ്മൾ ആ രംഗത്ത് നടത്തിയത് MGM-ന്റെ സംസ്ഥാന സംഗമമായിരുന്നു. നമുക്കറിയാം ആ സംഗമത്തെക്കുറിച്ച്. അതിൽ പങ്കെടുത്ത പലരും ഇവിടെ ഇരിപ്പുണ്ട്, ഉണ്ടാകും. അങ്ങനെ അവരുടേതായ രൂപത്തിൽ ഇതെല്ലാം കഴിഞ്ഞ് ഇൻഷാ അല്ലാഹ് നാം 2013 നമുക്ക് മുജാഹിദ് സമ്മേളനം നടത്തേണ്ടതുണ്ട്. മുജാഹിദ് പ്രസ്ഥാനം ഇവിടെ നിലക്കൊണ്ടത് മുതൽ ഏതൊന്നിനു വേണ്ടി നിന്നിരുന്നുവോ അതിൽ നിന്ന് അല്പം പോലും വ്യതിചലിക്കാതെ നിലക്കൊള്ളുന്നുണ്ട് എന്ന് വ്യക്തമാക്കി എല്ലാ തലങ്ങളിലും സ്ത്രീകളുടേതും കുട്ടികളുടെയും യുവാക്കളുടേതും പണ്ഡിതന്മാരുടെയും ഒക്കെയായ നിലയിൽ ബോധ്യപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് നീങ്ങുക, അതിന്റെ ഒരു സമാപനം കുറിക്കുന്ന, അല്ലെങ്കിൽ സമൂഹത്തെ ബോധവൽക്കരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതിന് വീണ്ടും ആവേശമായി തീരാവുന്ന നമ്മളുടെ 8ാം മുജാഹിദ് സംസ്ഥാന സമ്മേളനം ഇൻഷാ അല്ലാഹ് 2013 ഇതാണ് നമ്മളുടെ പ്രവർത്തനങ്ങളുടെ ഏറ്റവും ചുരുങ്ങിയ ഒരു രൂപം. അതിനിടയിൽ ചെറുതും വലുതുമായ ഒരുപാട് പരിപാടികൾ. ഏത് പരിപാടികളും വിജയിപ്പിക്കുന്നത്, അത് അതിന്റെ ലക്ഷ്യം കാണിക്കുന്നതിൽ ഓരോ ശാഖയിലെയും നിഷ്കളങ്കരായ പ്രവർത്തകന്മാർക്കുള്ള പങ്ക് വളരെ വലുതാണ് എന്ന് വിളിച്ചറിയിക്കുക എന്നുള്ളതാണ് ഈ കൺവെൻഷൻ കൊണ്ട് ആദർശ പഠനത്തോടൊപ്പം തന്നെ ആദർശത്തിൽ തന്നെയാണ് നാം നിലകൊള്ളുന്നത് എന്ന ബോധമുണ്ടാക്കുന്നതോടുകൂടി തന്നെ
ആ ബോധം ഒന്ന് ശക്തിപ്പെടുത്തുന്നതോടുകൂടി തന്നെ സംഘടനാപരമായി ഇത്തരം കാര്യങ്ങൾ കൂടി നമ്മളുടെ അണികളിലേക്ക് എത്തിക്കുക, അതിലൂടെ നാം സമൂഹത്തിലേക്ക് ഇറങ്ങുക എന്ന ലക്ഷ്യത്തോടുകൂടി ഇങ്ങനെ വെച്ചുകൊണ്ട് ഈ ചർച്ച നാം നടത്തുന്നത്. പിന്നീട് ഇവിടെ നമ്മളുടെ അധ്യക്ഷൻ മൊയ്തു സാഹിബ് സൂചിപ്പിച്ചതുപോലെ ഏത് കാര്യത്തിനും വേണ്ടത് സമ്പത്താണ്. അതില്ലാതെ ഒന്നും നടക്കില്ല. ഇപ്പൊ ഈ ഒരു പരിപാടി ഇവിടെ സംഘടിപ്പിച്ചതിന് ഇതിന്റെ ഉത്തരവാദപ്പെട്ട ഭാരവാഹികൾക്കറിയാം അതുമായിട്ടുള്ള കാര്യങ്ങൾ, അതിന്റെ ബുദ്ധിമുട്ട് ഇതിൽ സഹകരിക്കുന്ന എല്ലാവർക്കും അറിയാം. ആ രൂപത്തിൽ ഇങ്ങനെ നിരന്തരമായി പരിപാടികൾ വരുമ്പോൾ അതിന്റേതായ സാമ്പത്തികമായ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും സ്വാഭാവികമാണ്. നമുക്ക് സംഘടനാ രംഗത്ത് ആസ്തിയില്ല, ബാധ്യതകൾ മാത്രമേ ഉള്ളൂ എന്നുള്ള ഒരു വാചകം നിങ്ങളുടെ മുമ്പാകെ കൈമാറുന്നതിന് വിരോധമുണ്ടാവില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. കൈമാറുകയാണ്. അങ്ങനെ എന്നിരുന്നാലും അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താൽ നാം ഉദ്ദേശിക്കുന്ന ഒരു കാര്യവും, മുമ്പോട്ട് വെച്ച ഒരു സ്റ്റെപ്പും പിന്നോട്ട് വെക്കേണ്ട ആവശ്യമില്ലാത്ത വിധം അള്ളാഹു സഹായിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എവിടെ നിന്നാണെന്നറിയില്ല. കാരണം സാധാരണയായി ആൾബലവും ആസ്തിയും അതുപോലെ തന്നെ സമ്പത്തും ഒക്കെ ഞാൻ ആദ്യം കഥ പറഞ്ഞതുപോലെ എല്ലാരും കുമിഞ്ഞുകൂടുന്നത് ആ ബിസ്ക്കറ്റ് കടിച്ച ചുണ്ടിൽ കടിച്ചു തൂങ്ങിയ ഉറുമ്പുകളെ പോലെയാണ്. നമുക്ക് ആദർശമാണ് വലുത്. ആ ആദർശം ഒരിക്കലും കൈവിടാതെ കാത്തുസൂക്ഷിക്കുക. കാരണം പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ചിരുന്ന സന്ദർഭത്തിൽ പോലും ഒരു നിമിഷം കൊണ്ട് ഇല്ലാത്തത് ആലോചിക്കുകയും അന്ധവിശ്വാസങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയും ചെയ്ത തന്റെ അനുചരന്മാരെ പ്രവാചകൻ താക്കീത് ചെയ്ത സംഭവം പഠിക്കുകയും വായിക്കുകയും പറയുകയും ചെയ്യുന്നവരാണ് നമ്മളല്ല. അപ്പൊ ആ നിലയില് ആ ഒരവസ്ഥയുണ്ട് എന്നുള്ളത് നാം മറന്നുപോകരുത്. എപ്പോഴാണ് തെറ്റിപ്പോവുക എന്നറിയാൻ കഴിയില്ല. അത് തന്നെ കാര്യം. ആ തെറ്റലിന്റെയും ആ വ്യതിചലിച്ചു പോകുന്നതിന്റെയും വ്യക്തമായ രൂപങ്ങളും അടയാളങ്ങളുമാണ് ഉച്ചയ്ക്ക് മുമ്പ് ഇവിടെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള വിഷയങ്ങൾ മുഴുവനും എന്ന് മാത്രമേ അതിനെക്കുറിച്ച് ഞാൻ പറയുന്നുള്ളൂ. എന്നാൽ ഈ സാമ്പത്തികമായ രംഗത്ത് മൊയ്തു സാഹിബ് സൂചിപ്പിച്ചതുപോലെ ഒരു പുതിയ കാൽവയ്പ് സംസ്ഥാന സമിതി വളരെ ആലോചിച്ച്, പല സെക്രട്ടേറിയറ്റുകളിൽ ആലോചിച്ച്, പ്രഗത്ഭന്മാരായ ആളുകളുമായി കൂടിയാലോചിച്ച് ഒരു തീരുമാനത്തിലെത്തുകയും അത് നടപ്പിൽ വരുത്തുന്നതിനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയുമാണ്. അതാണ് നേരത്തെ അദ്ദേഹം പറഞ്ഞ വഖഫ് ഫണ്ട് എന്ന് പറഞ്ഞത്. അതിനുവേണ്ടി നാം ഒരു ട്രസ്റ്റ് രൂപീകരിച്ചു. ആ ട്രസ്റ്റിലെ ഒരു കൺവീനർ കൂടിയാണ് നിങ്ങളുടെ ജില്ലാ പ്രസിഡന്റായ മൊയ്തു സാഹിബ്. അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട് വിവിധ തലങ്ങളിൽ പ്രവർത്തിക്കുന്ന ആളുകളുടെ സാന്നിധ്യം അതിൽ നമ്മൾ ഉറപ്പുവരുത്തിയിട്ടുണ്ട്. അങ്ങനെ ഒരു ട്രസ്റ്റ് രൂപീകരിച്ചു. ആ ട്രസ്റ്റിനൊരു പേരിട്ടു. ആ ട്രസ്റ്റ് രജിസ്റ്റർ ചെയ്ത് തുടർ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഉള്ള നീക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. അതിന്റെ ലക്ഷ്യം സംഘടനയ്ക്ക് പ്രവർത്തന രംഗത്ത് മുന്നോട്ടു പോകുവാനുള്ള നീക്കങ്ങൾ നടത്തുക എന്നുള്ളതാണ്. ഒരിക്കലും ആര് നൽകുന്നുവോ അവർക്ക് ഈ ലോകത്ത് അതിൽ നിന്നൊരു ലാഭവും ഉണ്ടാവില്ല. എനിക്ക് തോന്നുന്നത് വടകര പോലെയുള്ള സ്ഥലങ്ങളിൽ, അതുപോലെ തന്നെ കണ്ണൂർ ജില്ലയിലെ പല സ്ഥലങ്ങളിലുമൊക്കെ ആ ഷെയർ നൽകുന്നവർക്കൊരു വരുമാനം ഇങ്ങോട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ. പക്ഷേ ഇത് വഖഫ് ഫണ്ടാണ്. ആ പേര് തന്നെ അന്വർത്ഥമാക്കുന്ന നിലയിൽ ഒരു പൈസയുടെ വരുമാനവും ഈ ലോകത്ത് കിട്ടില്ല. അതിന്റെ വരുമാനം മുഴുവനും പരലോകത്തായിരിക്കും. അങ്ങനെയുള്ള ഒരു സംരംഭത്തിനാണ് നമ്മൾ തുടക്കം കുറിച്ചത്. അത് സൂചിപ്പിച്ചതുപോലെ ഒരു വ്യക്തി മിനിമം 5000 രൂപ, അത് ചിലപ്പോൾ ഒരു ഗഡുവായി നൽകാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് എത്ര ഗഡുവായി നൽകാൻ കഴിയുമോ അത്ര ഗഡുക്കളായി നൽകിക്കൊണ്ടെങ്കിലും 3 വർഷം കൊണ്ട് ഒരു നല്ല തുക സമാഹരിച്ച് നമ്മളുടെ സംഘടനയ്ക്ക് തുടർ പ്രവർത്തനത്തിന് ശക്തി വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് ലക്ഷ്യം വെച്ചിട്ടുള്ളത്. അതിനാദ്യം തന്നെ ഒരു പരിപാടി രൂപീകരിച്ച് അല്ലെങ്കിൽ ആസൂത്രണം ചെയ്ത് ഒരു റെസീറ്റ് ബുക്കും അടിച്ച് എല്ലാം ഇങ്ങനെ ശാഖകളിലേക്ക് വിതരണം ചെയ്ത് പിരിച്ചു താ എന്ന് പറയുന്ന ശൈലി അല്ല സംസ്ഥാന സമിതി സ്വീകരിച്ചിട്ടുള്ളത്. മറിച്ച് ആദ്യം ഇതിന്റെ ഏറ്റവും ഉത്തരവാദപ്പെട്ടവരെന്ന് പറയുന്ന സെക്രട്ടേറിയറ്റ് അംഗങ്ങളാണ്. സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ അവരുടെ വിഹിതം ഓഫറുകളിലൂടെയും മറ്റ് നൽകിക്കൊണ്ടും ഈ കമ്മിറ്റിയിൽ വരുന്ന ആളുകൾ അങ്ങനെ നൽകിക്കൊണ്ടും ഫസ്റ്റ് അതിന് തുടക്കം കുറിച്ചു. അതിനുശേഷം സംസ്ഥാന പ്രവർത്തക സമിതിയിൽ
ആ ഉത്തരവാദപ്പെട്ട പ്രവർത്തക സമിതി അംഗങ്ങളിൽ നിന്ന് ഓഫറുകൾ വാങ്ങുകയും അതിന്റെ പ്രവർത്തനങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ഇവിടെയും ഗൾഫിലുമൊക്കെ നല്ല സ്വീകാര്യതയാണ് അതിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഉദ്ദേശം സാക്ഷാത്കരിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് നാം. അതുകൊണ്ട് എന്നും വരുമാനം കിട്ടുന്ന പല സംരംഭങ്ങളും പലതും ഇവിടെ സൂചിപ്പിച്ചു വിശദീകരിക്കുന്നില്ല. ആദ്യം അതിന് പറ്റുന്ന എന്തെങ്കിലും ഒരു സ്ഥാപനം, ഒരു കെട്ടിടം വാടകയ്ക്ക് കൊടുക്കാവുന്ന പറ്റുന്നത്, പിന്നെ അതിനുശേഷം രണ്ടാം ഘട്ടമായി എന്ത് നമുക്ക് ലാഭകരമാക്കി തീർക്കാൻ കഴിയുന്ന, അങ്ങനെയുള്ള ഘട്ടം ഘട്ടമായിട്ടുള്ള 3 വർഷം കൊണ്ട് അവസാനിക്കുന്ന ഒരു പദ്ധതി. ആ പദ്ധതിക്ക് ഈ ജില്ലയിൽ പ്രവർത്തനത്തിന് ഇന്ന് തുടക്കം കുറിക്കുന്നതായി പ്രസിഡന്റ് നേരത്തെ പറഞ്ഞു. ആ തുടർ പ്രവർത്തനത്തിൽ ഓരോരുത്തർക്കും കഴിയുന്നത് മിനിമം 5000, പിന്നെ എത്രയും ആകാം, ഒരു കുഴപ്പമില്ല. പക്ഷേ ഒരു കാര്യം നാം മനസ്സിലാക്കേണ്ടത്, സാധാരണ നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് വാങ്ങുന്നതിന് മുമ്പ് നാം നമ്മളുടേതായ ഒരു വിഹിതം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ എനിക്ക് വിശക്കുന്നു പ്രവാചകരെ എന്ന് പറഞ്ഞപ്പോൾ അള്ളാഹുവിന്റെ റസൂല് ആദ്യം ചെയ്തത് സ്വന്തം വീട്ടിലേക്ക് ആളിനെ പറഞ്ഞയക്കുകയായിരുന്നു. അതാണ് നമ്മളുടെ പാരമ്പര്യം. സ്വന്തം വീടുകളിലേക്ക് ഭാര്യമാരുടെ അടുക്കലേക്ക് അവിടെ നിന്ന് കിട്ടിയ മറുപടി വെള്ളം മാത്രമേ ഉള്ളൂ എന്നാണ്. തുടർന്നാണ് സദസ്സിനോട് ചോദിച്ചത്, ആരെങ്കിലും ഉണ്ടോ കൊണ്ടുപോയി സൽക്കരിക്കാൻ. അപ്പോഴാണ് ഒരു അൻസാരി സഹാബി കൊണ്ടുപോയതും സൽക്കരിച്ചതും. അവരുടെ അങ്ങേയറ്റത്തെ പ്രവർത്തനം കണ്ടുകൊണ്ട് അള്ളാഹു പോലും നിങ്ങളുടെ പ്രവർത്തനത്തിൽ അങ്ങേയറ്റം അത്ഭുതപ്പെട്ടിരിക്കുന്നു, സന്തോഷം കൊണ്ടിരിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പിറ്റേന്ന് പറഞ്ഞു കൊടുക്കുകയും ചെയ്ത സംഭവം ഒരുപാട് ഖുതുബകളിലൂടെ കേൾക്കുന്നവരാണ് നാം. അപ്പൊ തുടക്കം ആ പറയുന്നവരിൽ നിന്ന് തന്നെ ആകണം എന്നുള്ള തീരുമാനത്തോടുകൂടി ആ നടപടിക്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഒരു ജാരിയായ സദഖ എന്നുള്ള നിലയിൽ തന്നെയാണ് ആ സംരംഭം. മരണപ്പെട്ടാലും നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം. അപ്പൊ അതിനു വേണ്ടിയുള്ള തുടർ പ്രവർത്തനങ്ങളിൽ തീർച്ചയായും എല്ലാ സഹോദരീ സഹോദരന്മാരുടെയും നിസ്സീമമായ സഹകരണം ഉണ്ടാകണം. അതിന് ഇവിടെ തുടക്കം കുറിക്കുന്നു. അക്കാര്യം ഈ സന്ദർഭത്തിൽ പ്രത്യേകിച്ച് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ഞാൻ ഇനി അധികം നീട്ടിക്കൊണ്ടുപോകുന്നില്ല. ആദർശരംഗത്ത് വളരെ നിശ്ചയദാർഢ്യതയോടുകൂടി പലപ്പോഴും പലരുടെയൊക്കെ പ്രസംഗങ്ങളുടെ കാസറ്റുകൾ നമ്മൾ കേൾക്കുന്ന പലതുമുണ്ട്. അതൊന്നും ചർവണം ചെയ്യാൻ ഞാൻ ഇപ്പൊ ഇവിടെ ഉദ്ദേശിക്കുന്നില്ല. അതിവിടെ കുറെ കഴിഞ്ഞു പോയിട്ടുണ്ടാകാം ഉച്ചയ്ക്ക് മുമ്പ്. എന്നിരുന്നാലും അങ്ങനെയുള്ള പല കാര്യങ്ങളും, അതിനാണ് ഞാൻ ഒരൊറ്റ കഥ പറഞ്ഞ് അവസാനിപ്പിച്ചത്. എല്ലാം അതിനകത്തുണ്ട്, നിങ്ങൾക്ക് മനസ്സിലാകാവുന്ന നിലയിൽ എല്ലാം ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള ചിന്തകൾക്കൊന്നും സ്ഥാനം കൊടുക്കാതെ നേർക്ക് നേരെ അള്ളാഹുവിന്റെ റസൂല് അബൂ താലിബിനോട് പറഞ്ഞതുപോലെ, വല്ലാഹി ലൗ വളഉ ശംസ ഫീ യമീനി വൽ ഖമറ ഫീ യസാരി, അള്ളാഹുവിനെ തന്നെയാണ് സത്യം, വലത് കൈയിൽ സൂര്യനെയും ഇടത് കൈയിൽ ചന്ദ്രനെയും വെച്ചു തന്നാൽ പോലും ഈ സദുദ്യമത്തിൽ നിന്ന് ഞാൻ പിന്മാറില്ല. ഒന്നുകിൽ ഇത് വിജയിക്കും, അല്ലെങ്കിൽ ഇതിന്റെ മുന്നിൽ ഞാൻ പിടഞ്ഞു വീഴും. രണ്ടാലൊന്ന് സംഭവിക്കുമെന്ന് പറഞ്ഞ ആ പ്രവാചകന്റെ പാരമ്പര്യം, അതാണ് ആദർശരംഗത്ത് മുസ്ലിഹുകൾക്ക്, ഇസ്ലാഹി പ്രവർത്തകർക്ക്, മുജാഹിദുകൾക്ക് ഉണ്ടാകേണ്ടത് എന്നുള്ള ഒരവബോധം സഹോദരീ സഹോദരന്മാരെ നമുക്കുണ്ടാവുക. എങ്കിൽ ഇതിനെയും അതിജയിക്കാൻ നമുക്ക് കഴിയും. പലതിനെയും അതിജയിച്ചിട്ടാണ് നാം നിൽക്കുന്നത്. ഇനിയും പലതും അതിജയിക്കേണ്ടി വരും. ആ സന്ദർഭങ്ങളിലൊക്കെ തന്നെ ഈ ആദർശത്തെ മുറുകെ പിടിച്ചുകൊണ്ട് നമുക്ക് ഈ ഭൗതിക ലോകത്തൊന്നും നേടിയെടുക്കണമെന്ന് ആഗ്രഹമില്ല. സ്ഥാനമാനങ്ങളോ പദവികളോ ഒന്നും നമുക്ക് ആഗ്രഹമില്ല. ഇവിടെ കഷ്ടപ്പെടുന്നവന്റെ പ്രയാസം അനുഭവിക്കുന്നവന്റെ പ്രയാസം കണ്ടില്ലെന്ന് നടിച്ചുകൊണ്ട് ജീവിക്കാനും നമുക്ക് കഴിയില്ല. അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറച്ചുണ്ടെന്നവൻ വിശ്വാസിയല്ല എന്ന് സുന്ദരമായി എഴുതി വെക്കാനുള്ളതല്ല, മറിച്ച് പ്രവർത്തന പദത്തിൽ കൊണ്ടുവരാനുള്ളതാണ്. KNM-ഉം ISM-ഉം ഒക്കെ അത്തരം പ്രവർത്തനങ്ങൾ പാവപ്പെട്ടവർക്ക് മരുന്ന് നൽകാനും പ്രയാസം അനുഭവിക്കുന്നവർക്ക് അതിന്റേതായ സഹായങ്ങൾ ചെയ്യുവാനും പാലിയേറ്റീവ് പോലെയുള്ള പ്രവർത്തനങ്ങളൊക്കെയായി മുന്നോട്ട് നീങ്ങുമ്പോൾ ഇന്നാട്ടിലെ പരിസ്ഥിതിക്ക് ഗുണകരമാകുന്ന നിലയിൽ വന്നു ഭവിച്ചേക്കാവുന്ന വൃക്ഷം മരം നടൽ പോലെയുള്ള വിഷയങ്ങളിലേക്ക് മാറിയപ്പോൾ ഇതൊന്നും നമ്മളുടെ പ്രസ്ഥാനത്തിന് പറ്റിയതല്ല എന്ന് പറഞ്ഞിരുന്നവർ ഇപ്പോൾ ഏത് കിറ്റിലും വിട്ടുകൊടുക്കുന്നത് എന്താണ് എന്ന് മാത്രം ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ മതി. കാരണം ഇതിനെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു ഇസ്ലാമിനെ കുറിച്ച് ചിന്തിക്കാൻ കഴിയില്ല. പാവപ്പെട്ടവരെ നമ്മൾ ആസാമിലേക്ക് ഫണ്ട് ശേഖരണം നടത്തി. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സഹായം ജനങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായി.
ആസാം സന്ദർശിക്കാൻ ഭാഗ്യം സിദ്ധിച്ച ഒരുത്തൻ എന്നുള്ള നിലയിൽ ഞാനും നിങ്ങളുമൊക്കെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് സ്വർഗലോകത്താണ് എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും അർത്ഥമില്ലാത്ത ഒരു വാക്കാവില്ല, മറിച്ച് അർത്ഥവത്തായിരിക്കും. ഓരോരുത്തന്റെ കഷ്ടപ്പാടും കണ്ണീരും പ്രയാസങ്ങളും കാണുമ്പോഴാണ് നമ്മൾക്ക് അല്ലാഹു നൽകിയ അനുഗ്രഹത്തെക്കുറിച്ച് നമ്മൾ ഓർക്കാൻ കഴിയുക. രാഷ്ട്രീയമായ ഇച്ഛാശക്തിയുടെയും പൊളിറ്റിക്കൽ പവറിന്റെയും അതുപോലെ തന്നെ സംഘടിതമായ നീക്കത്തിന്റെയും ഒക്കെ ഗുണം ഈ കേരള മണ്ണിൽ അനുഭവിച്ചറിയുമ്പോൾ അതിന്റെ വില നമ്മളാരും അറിയുന്നില്ല. അതറിയണമെങ്കിൽ ആസാം പോയി സന്ദർശിക്കണം എന്നൊരു സന്ദേശമാണ് എനിക്കതിനെക്കുറിച്ച് പറയാനുള്ള. അത്ര ബേജാറിലാണ് അവർ. നിങ്ങളറിയോ, ടെന്റിനകത്ത് കിടക്കുന്നവർ മണ്ണിങ്ങനെ കൂട്ടിവെച്ചിട്ട് കബറിൽ സാധാരണ തലവെക്കുമ്പോൾ മണ്ണ് വെക്കുന്നത് പോലെ മണ്ണിങ്ങനെ വെച്ചിട്ട് ആ മണ്ണിന്റെ പുറത്ത് നഗ്നമായ തല വെച്ച് കിടക്കുന്ന പിഞ്ചു കുഞ്ഞുങ്ങളെ, 2 ഉം 3 ഉം വയസ്സുള്ള കുഞ്ഞുങ്ങളെ, അതുമുതൽ വൃദ്ധരായ ആളുകളെ നാം കാണുകയാണ്. നമ്മളുടെ പ്രസിദ്ധീകരണങ്ങളൊക്കെ ഒന്ന് വായിക്കണം. ശബാബ് 2 ലക്കമായി അത് തന്നെ എഴുതിക്കൊണ്ടിരിക്കുന്നു. മുജീബുർ റഹ്മാൻ ഞങ്ങളുടെ ഒപ്പം ഞങ്ങൾ ഒരുമിച്ചാണ് പോയിരുന്നത്. ഇനി 1 ലക്കത്തോടുകൂടി അത് അവസാനിക്കും. ഞങ്ങളൊന്ന് വായിക്കുക തന്നെ വേണം. അത് ആ നിലയിലുള്ള വിഷമത്തിന്റെ അവസ്ഥ. അവിടെ ഏറ്റവും ആദ്യം മലയാള മണ്ണിൽ നിന്ന്, ഈ നാട്ടിൽ നിന്ന് ഏറ്റവും ആദ്യം ആ സ്ഥലത്ത് കുശലാന്വേഷണവും ക്ഷേമാന്വേഷണവുമായി കടന്നു ചെന്നത് നമ്മളുടെ എല്ലാം പ്രിയങ്കരനായ ഹുസൈൻ മടവൂരായിരുന്നു. അതിനുശേഷം ബാക്കിയുള്ളവരൊക്കെ വരുന്നത്. അതിനെ തുടർന്നാണ് നമ്മളൊരു 5 അംഗം പോയത്. പ്രശ്നങ്ങൾ പഠിച്ചു, മനസ്സിലാക്കി. അതിന്റെ റിപ്പോർട്ട് സെക്രട്ടേറിയറ്റിൽ സമർപ്പിച്ചിട്ടുണ്ട്. തുടർ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഇൻഷാ അല്ലാഹ് ഓരോന്നോരോന്നായി നമ്മൾ നടത്താൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ട്. ഞാൻ സൂചിപ്പിച്ചത് പ്രയാസം അനുഭവിക്കുന്നവരെ, ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരെ കണ്ടില്ലെന്ന് നടിച്ചുകൊണ്ടുള്ള ഒരു മത പ്രബോധനം ഒരിക്കലും വിജയം വരിക്കില്ല. വിജയം വരിക്കാൻ കഴിയില്ല, നിലനിൽക്കാൻ കഴിയില്ല. ഉറപ്പാണ്. ആ നിലനിൽക്കാൻ കഴിയാത്തതിന്റെ വ്യക്തമായ തെളിവുകൾ ഓരോന്നോരോന്നായി കണ്ടുകൊണ്ടിരിക്കുന്നു. മരുന്ന് വാങ്ങാനുണ്ടോ, മരുന്ന് എന്ന് ചോദിച്ചുകൊണ്ട് ഒരു പ്രവാചകനും ഇവിടെ വന്നിരുന്നില്ല എന്ന് പറഞ്ഞ് ആക്ഷേപിക്കുകയും ഇകഴ്ത്തുകയും ചെയ്തവരുടെ ഇന്നത്തെ അവസ്ഥ എന്തിനെയാണ് അവർ ചോദ്യം ചെയ്തത്? പാവപ്പെട്ടവനെ സഹായിക്കുന്നതിനെ ചോദ്യം ചെയ്തു, അവന്റെ കണ്ണീരൊപ്പുന്നതിനെ ചോദ്യം ചെയ്തു. ആ ചോദ്യം ചെയ്യൽ സൃഷ്ടാവ് കാണുന്നുണ്ട്, അറിയുന്നുണ്ട്. അതിന് എവിടം വരെ കൊണ്ടുപോയി എത്തിക്കുമെന്ന് അല്ലാഹു അഅലം. അത്രേ ഞാൻ പറയുന്നുള്ളൂ. അവസാനിപ്പിക്കുകയാണ് സഹോദരങ്ങളെ. ഇത്തരം രംഗങ്ങളിൽ ആദർശ പ്രതിബദ്ധതയോടെ തങ്ങളുടെ ഉത്തരവാദിത്വം ഭംഗിയായി നിറവേറ്റി സ്റ്റേറ്റ് കമ്മിറ്റിയുടെയും ജില്ലാ കമ്മിറ്റിയുടെയും ഒക്കെ നിർദ്ദേശാനുസരണം ഉറച്ച കോട്ട പോലെ, അതാണ് ഞാൻ ഓതിവെച്ച സൂറത്തു സഫിലെ വചനം, ഇന്നല്ലാഹ യുഹിബ്ബുല്ലദീന യുഖാതിലൂന ഫീ സബീലിഹി സഫൻ കഅന്നഹും ബുൻയാനും മർസൂസ്. തീർച്ചയായും അല്ലാഹുവിന്റെ മാർഗത്തിൽ ഉരുക്കുകോട്ട പോലെ ചേർന്ന് നിന്ന് സമരം ചെയ്യുന്നവരാരോ അവരെ അല്ലാഹുവിന് ഇഷ്ടമാണ്. ആ ഇഷ്ടം മാത്രമാണ് സഹോദരങ്ങളെ കഴിഞ്ഞ 10 കൊല്ലക്കാലം ചവിട്ടി അരക്കപ്പെട്ടിട്ട് പോലും ഇവിടെ പിടിച്ചു നിൽക്കാൻ, മറ്റുള്ളവരുടെ മുമ്പിൽ നെഞ്ചു നിവർത്തി നിൽക്കാൻ നമ്മളെ അല്ലാഹു സഹായിച്ചത് അല്ലാഹുവിന്റെ ആ ഒരു ഇഷ്ടം മാത്രമാണ്. ആ ഇഷ്ടം മനസ്സിലാക്കിക്കൊണ്ട് അതിന് നന്ദിയുള്ളവരായി നേരത്തെ ഇവിടെ പരാമർശിച്ച, ഇനി ജലീൽ ഇവിടെ സൂചിപ്പിക്കാൻ പോകുന്ന അത്തരം കാര്യങ്ങളിൽ ഒറ്റ മനസ്സോടെ നമ്മളുടെ ഇടയിൽ വിഭാഗീയതയില്ല, നമ്മുടെ ഇടയിൽ മറ്റു ചിന്തകളില്ല, ഫാൻസ് അസോസിയേഷനുകൾ നമ്മളുടെ ഇടയിലില്ല. ഇന്നയാളൊരു ഫാൻസ്, മറ്റൊരാളിന് ഇന്ന ഫാൻസ്, എന്നിട്ട് അയാൾ എന്ത് പറയുന്നു അത് മതം. ഇതല്ല നമ്മളെ പഠിപ്പിച്ചത് അള്ളാഹുവിന്റെ ഖുർആനും പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുചര്യയും അതനുസരിച്ച് ജീവിച്ച സച്ചരിതരായ പൂർവികരുടെ ഒരിക്കലും തെറ്റാത്ത മാർഗവും അത് കൈമുതലാക്കിക്കൊണ്ട് മുന്നോട്ടു പോയാൽ, ഒറ്റ മനസ്സോടെ നീങ്ങിയാൽ റബ്ബ് കൈവിടില്ല. ഇന്നല്ലാഹ യുഹിബ്ബുല്ലദീന യുഖാതിലൂന ഫീ സബീലിഹി സഫൻ കഅന്നഹും ബുൻയാനും മർസൂസ്. തീർച്ചയായും ഈ വചനത്തിന്റെ ഉള്ളിൽ നിൽക്കാൻ ഈ കൂടിച്ചേരൽ, ഈ ഒരു ദിവസം നിങ്ങളെ വിളിച്ചുകൂട്ടി പറഞ്ഞ കാര്യങ്ങൾ ആ രൂപത്തിലുള്ള ഒരു ചിന്തയിലേക്ക് നിങ്ങളെ നയിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഇവിടെ നടക്കുന്ന ഇത്തരം പരിപാടികളിൽ തീർച്ചയായും അകമഴിഞ്ഞ സഹായം നിങ്ങളുടെയൊക്കെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം. അതിനു പുറമെ അള്ളാഹുവിനോടുള്ള നിഷ്കളങ്കമായ പ്രാർത്ഥനയും സർവ്വ നന്മയ്ക്കും വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പ്രവർത്തനങ്ങളെ വിജയത്തിലെത്തിക്കുകയും ലക്ഷ്യസാക്ഷാത്കാരത്തിന് ഉതകും വിധം അള്ളാഹു നമ്മെ സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടെ വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
നമ്മുടെ ജില്ലാ പ്രതിനിധി സമ്മേളനത്തിന്റെ പ്രാസ്ഥാനിക സമ്മേളനം